ചൂട് ചായക്കൊപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല മൊരിഞ്ഞ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവിലാണ്. ഞാനിവിടെ 1 കപ്പ് അളവ് വെളുത്ത അവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം തിക്കായിട്ടുള്ള ആ ഒരു അവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 1 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊന്ന് 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വെള്ളം നല്ലപോലെ മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് പാകത്തിന് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ജീരകത്തിൻ്റെ പൊടിയാണത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്താലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇനി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആ ഒരു മുട്ടയുടെ പറ്റിലും അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഒന്ന് വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ പറ്റി ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഞെരടി തന്നെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ഉള്ളിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഇതുപോലെ ഒന്ന് കൂട്ട് തയ്യാറായി വരും. ഇതിപ്പം കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 1/4 കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഒരു വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അവലായതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്നും കൂടെ പൊങ്ങി വരും. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും അവൽ നല്ലപോലെ കുതിർന്ന് വന്നോളും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാകും ഒന്നും കൂടെ ഹാർഡായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് അത് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 1/2 കപ്പ് അളവ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ഉപയോഗിക്കുന്ന അവിലിൻ്റെ വ്യത്യാസത്തിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അതൊരു നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവുന്ന രീതിക്ക് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അഥവാ കൂട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ട് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കണം. നമ്മൾക്ക് ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിരിക്കണം. ഒട്ടും ക്രാക്കൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പാകത്തിനാണ് ഈ ഒരു കൂട്ട് വേണ്ടത്. അതുവരെ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇത് ഇട്ട് കൊടുത്ത പാട് മറിച്ചിടാനൊന്നും നിൽക്കണ്ട. അപ്പം എന്ന് വെച്ചാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നേരം ഇതേപോലെ തന്നെ വെക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മറിച്ചിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അവൽ ഉപയോഗിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പുറമേ നല്ല മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. സോസോ ചട്നിയോ ഉപയോഗിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.